വേറെ ചോദിച്ചോട്ടെ, ആഴ്ചയിൽ 7 സിനിമകളോളം റിലീസ് വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു കൺട്രോൾ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയല്ലേ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ? അടുത്ത ആഴ്ച വരുന്നുണ്ട് 6 സിനിമകൾ. അത് ഞാനിങ്ങനെ പറയും, ഓരോരുത്തരുടെ ആഗ്രഹമാണല്ലോ മൂവി എടുക്കാന്നുള്ളത്. അതല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്നായാലും ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്നായാലും അത് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. വലിയ പൈസ മുടക്കിയ സിനിമകൾ ഇപ്പൊ ഓഡിയൻസ് കേടുന്നില്ല, ഗ്യാൻഡേറ്റ് പറഞ്ഞത്. അപ്പൊ അതൊരു ഇഷ്യൂ തന്നെയല്ലേ? ഇപ്പൊ എല്ലാവരും ഇത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇത് നടക്കുന്നത്. ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അല്ല, അതെന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് ഇപ്പം സമ്മർ ടൈമാണ്, ഏപ്രിൽ മെയ് അവധിക്കാലമാണ്. ഇപ്പൊ ജൂൺ കഴിഞ്ഞാൽ മഴ തുടങ്ങും, അല്ലെങ്കിൽ സ്കൂൾ തുറക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലോട്ട് ആൾക്കാർ മൺസൂൺ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വരില്ല. അപ്പൊ ഈ സമ്മറിലെ സംബന്ധിച്ച സീസണാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ വരുന്ന സമയം. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആഴ്ചയും കഴിഞ്ഞ എല്ലാ ആഴ്ചയും തന്നെ 3-4 സിനിമകൾ ഉണ്ട്. കാരണം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതത് പ്രൊഡ്യൂസേഴ്സും അവരുമാണ് തീരുമാനം എടുക്കേണ്ടത്. ഇത് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ബാധ്യതയല്ലേ ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആ ബാനറും ആ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ് ഇത് തീരുമാനിച്ച് അവരുടെ സിനിമ ഞങ്ങൾക്ക് ഈ റിലീസ് വേണം, നമുക്ക് ഈ സമ്മർ കഴിഞ്ഞു പോയാൽ തിയേറ്ററിൽ ആൾ കയറില്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവർ റിലീസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിനിമകൾ എണ്ണം വളരെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ ഒരുപാട് കൂടി. അത്രമാത്രം സിനിമകൾ ഈ വർഷത്തേക്ക് അത് കുറഞ്ഞു. പക്ഷെ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം കോവിഡിന് ശേഷമൊക്കെ ആൾക്കാർ, കാരണം എല്ലാവർക്കും ജോലി വേണ്ടേ, എല്ലാവർക്കും പണി വേണ്ടേ. കോവിഡിന് ശേഷമല്ലേ നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ വളർന്നത് എല്ലാം ഇതിനോടൊപ്പമല്ലേ. ഡിജിറ്റൽ വളർന്നു, ഓൺലൈൻ വന്നു, ഇതൊക്കെ ഈ വളർച്ചയൊക്കെ സംഭവിച്ചതാണ്. അപ്പൊ ആൾക്കാർക്ക് ജോലി വേണം, പുതിയ പുതിയ സിനിമകൾ സംഭവിക്കണം. അപ്പൊ അത്രമാത്രം കോവിഡിന് ശേഷം സിനിമകൾ പെരുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കൂടി. അപ്പൊ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല ഒരു വർഷത്തിനകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ആഴ്ചയും 3-4 റിലീസ് ഇതിന് ശേഷം വന്നു. അത്രയും അത് പിന്നെ കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വന്നു, OTT വന്നു, പാതി വഴിയിൽ നിന്നുപോയ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT റിലീസുകൾ വന്നപ്പോ ഈ ഡിമാൻഡും സപ്ലൈന്റെ മാറ്ററാണ് ഇത്. അപ്പൊ ഇപ്പോ ഈ പറഞ്ഞ 7 റിലീസും ഇതൊന്നും അസോസിയേഷൻ ഇതിനകത്ത് ഒന്നും ചെയ്യാനുള്ള ഇതില്ല. അതത് ബാനറിൽ നിന്ന് ഇത് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. ലിസ്റ്റ് പുറത്തു വിടുന്നുണ്ട്, നമ്മുടെ ചെലവ് കണക്കുകൾ, അതുമായിട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിജയബാബു ഒരു പോസ്റ്റ്, എന്റെ സിനിമ ലാഭത്തിലാണ്, നിങ്ങൾ കണക്ക് കൂടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. മേഡം ആ അസോസിയേഷൻ്റെ ഒരാളാണ്, തർക്കത്തില്ല, മത്സരിച്ച ഒരു വ്യക്തിയൊക്കെയാണ്. അത്തരം കണക്ക് കൊടുത്ത് സിനിമാ മേഖലയ്ക്ക് തകർച്ചയാണ് ഞാൻ സ്വയം കാണുന്നുണ്ട്. പല പ്രൊഡ്യൂസർമാരും കൊണ്ട് തിരിച്ചു പോകും, പല സ്വപ്നങ്ങളും ഇല്ലാതാവും, സ്വപ്നങ്ങൾ ഇല്ലാതാവും. അവിടെ എവിടെ നിന്ന് ഒരു പ്രൊഡ്യൂസർ പിടിച്ചിട്ട് തന്നെ ആ സമയത്ത് ഇങ്ങനെ കണക്ക് പുറത്തുകൊണ്ട് നഷ്ടക്കണക്കുകൾ, ലാഭത്തിലാണ് ജനുവരി തൊട്ട് സിനിമയുടെ കുറേ ലാഭം ഇട്ടടിച്ച സിനിമകളുണ്ടോ നമ്മള് ലോകമെമ്പാടും അറിയിച്ചു മലയാള സിനിമ. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കണക്കുകൾ പുറത്തു. അത് മേടത്തെ സംബന്ധിച്ചോ അത് ബുദ്ധിമുട്ടുണ്ടാകും. ഈ സിനിമ ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. അവര് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് OTT ആദ്യം നമുക്ക് കോവിഡ് കഴിഞ്ഞപ്പോൾ OTT വന്നു, ഒരു വലിയൊരു മീൻസ് ഇൻഡസ്ട്രിയിൽ ഒരു ബൂം ഉണ്ടാക്കി, ഒരുപാട് മൂവീസ് എടുത്തു. പക്ഷെ ഒരു പോയിന്റ് അവർ നിർത്തി. അപ്പം നമ്മൾ ഒരുപാട് മൂവീസ് പോകാതിരിക്കുക അല്ലേ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നഷ്ടം കൂടുതലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം ഇതിപ്പോൾ നമ്മളായാലിപ്പം നേരത്തെ OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവി ഇറങ്ങുന്നതിന് മുന്നേ അവർ എടുക്കുമായിരുന്നു. ഇപ്പം ആരും എടുക്കുന്നില്ല. ഇപ്പോൾ അവർ തിയേറ്ററിൽ റിലീസായി അതിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ കണ്ടിട്ട് അവർ എടുക്കുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇനി വരുന്നവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എനിക്കതാ ഫീൽ ചെയ്തത്. കാരണം ഒരു ബിസിനസ്സിനെ അത് കംപ്ലീറ്റ്ലി അത് ബാധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇൻഡസ്ട്രി ഭയങ്കര ലോസിൽ പോകില്ല. എല്ലാ മൂവിയും നമുക്ക് തിയേറ്ററിൽ ഓടി നമുക്ക് മീൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൊഡ്യൂസറിനുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് OTT പ്ലാറ്റ്ഫോമും സാറ്റലൈറ്റും ആയിരുന്നു. അപ്പം നമുക്ക് OTT വന്നപ്പോൾ സാറ്റലൈറ്റിൻ്റെ നമുക്ക് കുറഞ്ഞു. ഇപ്പം എല്ലാ മൂവിയും സാറ്റലൈറ്റിൽ പോകുന്നില്ല. അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ പ്രൊഡ്യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം. അല്ല മേഡത്ത് ഈ സിനിമയുടെ തന്നെ കണക്ക് അടുത്ത മാസം കണക്ക് പുറത്തുണ്ടാകും, ബിസിനസ് നടന്നിട്ടുണ്ടാവും. ബിസിനസ് നടക്കും, OTT ബിസിനസ് നടക്കാം, സാറ്റലൈറ്റ് ബിസിനസ് നടക്കാം, ഓവർസീസ് നടക്കാം. ഇതിന്റെ എല്ലാം കൂടി ഒരു കണക്ക് വിടുകയാണെങ്കിൽ അത് സിനിമ ഒരു പരാജയമായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ചേർക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതൊരു ഗ്രൂപ്പ് അസോസിയേഷൻ എടുക്കുന്ന ഒരു തീരുമാനമല്ലേ. അപ്പം നമ്മൾ പേഴ്സണലി ഒന്നും നമുക്ക് അങ്ങനെ പബ്ലിക് എൻ്റെ തീരുമാനം ഇതാണ് എന്ന് എനിക്ക് പറയുന്നത് ശരിയല്ലല്ലോ.
നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, അസോസിയേഷന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. ആഗ്രഹം ഉണ്ടാക്കണോ എന്താ എല്ലാ കണക്കും ഒരുമിച്ച് പോകണം. കുഴപ്പമില്ല. ആളുകൾ ഇപ്പം നമ്മുടെ സിനിമയ്ക്കാണ് നല്ല റിവ്യൂസ് ആണ്. റിവ്യൂസ് ആരും ഒരു മോശം പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ള സിനിമ എന്ന് നിലവിൽ വരെ പറയുന്നത് റിവ്യൂസ് ഒക്കെ പറയും. നമ്മളും അതിനകത്ത് സന്തോഷമാണ്. ഞാൻ ഉൾപ്പെടെ ഞാൻ സന്തോഷമാണ് തന്നെ. പക്ഷെ ആ സിനിമയും വേണ്ടത്ര രീതിയിലേക്ക് തിയേറ്ററുകൾ ആളുകൾ അതാ പറഞ്ഞത്. അതിനുവേണ്ടിയാണല്ലോ നമ്മളിപ്പോ ഈ സക്സസ് മീറ്റും ഇതെല്ലാം ഇതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിലെ ആൾക്കാരെ കൊണ്ടുവരാനും ആൾക്കാരെ അറിയിക്കാനും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നിപ്പോ ഇവിടെയുള്ള പലരും കണ്ടു, ഇതിലുള്ള എത്രയോ പേരിനോട് പറഞ്ഞു ചേട്ടാ കൊള്ളാന്ന് പറയുന്നു, ഇവരൊരു 10 പേരെടുത്ത് പോയി പറയുന്നു. ഈ പറയുന്ന വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഒരു സിനിമ എന്ന് വിജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആൾക്കാർ 10 പേര് കണ്ട ആൾക്കാർ അടുത്ത 10 പേരെടുത്ത് പറയുമ്പോൾ അവർ പോയി കണ്ട് കാര്യമുള്ളൂ. കാരണം ഒരു പരിധി വരെ ഒന്നും ക്രിട്ടിക്സിനോ റിവ്യൂസിനോ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് റിവ്യൂസിനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി കൂടുതൽ അത് ഞാൻ പറഞ്ഞത് ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണം എന്നില്ല. എനിക്ക് ഇഷ്ടമാവാത്ത സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് ഇതിലൊരു കാര്യമില്ല. നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കേസ്. ഇല്ല ഞാൻ അത് ദിലീപേട്ടൻ സിനിമയല്ലേ, ദിലീപേട്ടൻ കഴിഞ്ഞിട്ട് ഞാനൊരു 10 ദിവസം അതൊക്കെ ഉള്ളൂ ആ സിനിമയിൽ.